ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്ന കേരള ലോട്ടറിയുടെ 14/8/2025 കാരുണ്യ പ്ലസ് KN 585 ഗെസ്സിംഗ് നമ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. 13/8/2025 റിസൾട്ടിനെ ബേസ് ചെയ്താണ് നമ്മൾ ഗെസ്സിംഗ് നമ്പർ എടുത്തുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് നോക്കാം. DA 80A7900 ഡബിൾ അടിച്ചിട്ടുണ്ട്. നമ്പർ രണ്ട് ദിവസമായിട്ട് ഇപ്പം ഡബിൾ നല്ലതായിട്ട് കയറി വരുന്നുണ്ട്. ഒന്നര വിട്ട് ഡബിൾ കയറി വരുന്നുണ്ട്. ഇന്നെന്തോ ഡബിൾ അടിക്കാൻ സാധ്യതയില്ല, സിംഗിൾ തന്നെ ആയിരിക്കും അടിക്കാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എ ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത് വിന്നിങ് റിസൾട്ടിൻ്റെ 2 നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് എ ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. 80 + 8 79 + 4 16 0 + 0 0 ഇങ്ങനെയാണ് നമുക്ക് എ ബോർഡ് കിട്ടിയിരിക്കുന്നത്. ബി ബോർഡിലോട്ട് വരുവാണെങ്കിൽ വിന്നിങ് റിസൾട്ടിൻ്റെ 2 നമ്പർ കഴിഞ്ഞിട്ട് 3ാമത്തെ നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് ബി ബോർഡ് എടുത്തിരിക്കുന്നത്. 8 + 9 17 0 + 0 0 7 + 0 7 ഇങ്ങനെയാണ് നമുക്ക് ബി ബോർഡ് കിട്ടിയിരിക്കുന്നത്. അതായത് വിന്നിങ് റിസൾട്ടിൻ്റെ 2 നമ്പർ കഴിഞ്ഞിട്ട് 3ാമത്തെ നമ്പർ പ്ലസ് ചെയ്തിട്ടാണ് ബി ബോർഡ് നമ്മൾ അന്നത്തെയും പോലെ തന്നെ എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. സി ബോർഡിലോട്ട് വരികയാണെങ്കിൽ വിന്നിങ് റിസൾട്ടിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിനെ കാരുണ്യ പ്ലസിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറുമായിട്ട് പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ സി ബോർഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് നോക്കാം. 9 + 5 14 0 + 8 8 0 + 5 5 ഇങ്ങനെയാണ് സി ബോർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരുണ്യ പ്ലസിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും വിന്നിങ് റിസൾട്ടിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറും കൂടെ പ്ലസ് ചെയ്തിട്ടാണ് ഈ സി ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും എ ബോർഡ്, ബി ബോർഡ്, സി ബോർഡ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എ ബോർഡിൽ 874, ബി ബോർഡിൽ 608, സി ബോർഡിൽ 075 ഇങ്ങനെയാണ് എ ബി സി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 9 നമ്പറിനുള്ളിൽ തന്നെയാണ് ഓൾ ബോർഡ് വിന്നിങ് ആകാൻ വളരെ സാധ്യത കൂടുതൽ. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും 100% വിന്നിങ് സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം. എ ബി ബി സി എ സി നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എ ബിയിൽ വരുമ്പോൾ 86 70 48 40 80 ഇങ്ങനെയാണ് എ ബിയിൽ കിട്ടിയിരിക്കുന്നത്. ബി സിയിലോട്ട് വരുവാണെങ്കിൽ 60 07 85 65 80 ഇങ്ങനെയാണ് ബി സിയിൽ കിട്ടിയിരിക്കുന്നത്. എ സിയിലോട്ട് വരുവാണെങ്കിൽ 80 77 45 40 85 ഇങ്ങനെയാണ് എ സി കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ 5 നമ്പർ വീതം നമ്മൾ എ ബി ബി സി എ സി ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരംതിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എ ബി സി ഡയറക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 860 707 ഇങ്ങനെ 8 നമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ 2 നമ്പർ ഇപ്പോൾ പറഞ്ഞു. 485 400 805 327 017 709 790 385 ഇത്രയും നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം 10 നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 5 നമ്പർ, ഇവിടെ ഒരു 5 നമ്പർ, 8 നമ്പറായിരുന്നു നമ്മൾ സാധാരണ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം 10 നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. വിന്നാകാൻ സാധ്യത ഒരു 85% കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. എ ബോർഡ്, ബി ബോർഡ്, സി ബോർഡ് ഇതിൽ നിന്നായിരുന്നു ഓൾ ബോർഡ് നമ്മൾ വരാൻ സാധ്യത എന്ന് പറഞ്ഞു. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് 7ആണ്. രണ്ടാമത്തേത് 0 7 0 7 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും വിന്നാട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഒന്ന് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും വിന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.